ഇടതു സർക്കാർ കരാർ പൊളിച്ചെഴുതേണ്ടേ എന്നാണ് സൂപ്പർ പ്രൈം ടൈം അടുത്തതായി ചർച്ച ചെയ്യുന്നത്. ശ്രീമതി ജമീല പ്രകാശ്, നിങ്ങൾ ഈ പറയുന്ന തെരുവുനായ താരതമ്യം വരെയുള്ള അധിക്ഷേപങ്ങൾ അനുഭവിച്ചവരാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ സർക്കാരാണ്. ഈ സർക്കാരിന് എന്തിനാണ് ഇങ്ങനെ ഒരു നിസ്സഹായത? ഉമ്മൻചാണ്ടിയുടെ കരാർ സംരക്ഷിക്കേണ്ട എന്ത് ബാധ്യതയാണ് പിണറായി സർക്കാരിനുള്ളത്? ഇതെന്തായാലും ജനങ്ങളുമായി ബന്ധപ്പെട്ടതല്ല എന്നിപ്പോൾ വ്യക്തമായിട്ടുണ്ട്. ഇത് ഉമ്മൻചാണ്ടിയുടെ അദാനിയുമായുള്ള കരാറാണ്. അതിൻ്റെ ബാധ്യത പിണറായി ഏറ്റെടുത്താൽ ഉമ്മൻചാണ്ടിയുടെ പക്ഷത്താണ് പിണറായി, ജനപക്ഷത്തല്ല എന്നാണ്. ശ്രീ പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ആദ്യം പറഞ്ഞിരുന്നു, LDF അധികാരത്തിലെത്തുകയാണെങ്കിൽ വിഴിഞ്ഞം കരാർ ഒരു പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കും, അതിലെ കണ്ടീഷൻസ്. അത് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു, പിന്നീടും മീഡിയ അതിനെപ്പറ്റി കൂടുതൽ ചോദിച്ചോ പറഞ്ഞു, ഞാനത് വീണ്ടും ആലോചിച്ചു ഞങ്ങൾ. അപ്പോൾ അതിൽ അന്തർഭവിച്ചിരിക്കുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ കരാറ് ഒപ്പിട്ടു, നിർമ്മാണം തുടങ്ങി, കുറേ അധികം മുമ്പോട്ട് പോയി കഴിഞ്ഞു. ഇപ്പോൾ പൊളിച്ചെഴുതാൻ നോക്കുകയോ ലീഗലായിട്ട് അതിൻ്റെ സാങ്ക്ടിറ്റിയൊക്കെ പരിശോധിച്ചു കൊണ്ടുവന്നാൽ ഒരു നിയമപരമായിട്ടുള്ളൊരു പ്രശ്നം അതിന്റെ ഇടതുമുന്നണി അധികാരത്തിലേറിയാൽ റദ്ദാക്കില്ല. പിണറായിയുടെ വാചകങ്ങളാണ്. ബാക്കിയുണ്ട്. അങ്ങനെ ചെയ്താൽ നിയമക്കുരുക്കിലേക്ക് പോകും, പദ്ധതി നടത്തിപ്പ് വൈകും, കോടതിയിൽ നിന്ന് അവർക്ക് അനുകൂല വിധി ലഭിച്ചേക്കും. അങ്ങനെ നേരത്തെ സംഭവിച്ചിട്ടുണ്ട്. ഇത് അദാനിക്ക് വേണ്ടിയിട്ടുള്ള വാദഗതികളാണ്. അല്ല, ഞാൻ പറയട്ടെ, എന്നിട്ട് അദാനി ഇതൊക്കെ അദാനിക്ക് വേണ്ടിയുള്ള വാദഗതികളാണ്. അവർ കോടതിയിൽ പോകും, കോടതിയിൽ പോയാൽ അവർക്ക് അനുകൂലമായേക്കും. ഇങ്ങനെയൊക്കെ ഒരു സർക്കാർ നിസ്സഹായമാകേണ്ട കാര്യം എന്താണ്? ഞാൻ അവിടെയാണ് പറയുന്നത്. ഒരു ആഗോള ഭീമനെ ഇവിടെ നിന്ന് ഓടിച്ചത് ഒരു പഞ്ചായത്താണ്. അതെ, ഇവിടെ ഇപ്പോ കൊക്കക്കോളയെ പണ്ട് ജോർജ് ഫെർണാണ്ടസ് ഇവിടെ നമ്മുടെ വിഴിഞ്ഞത്ത് ഇപ്പോ അങ്ങ് പ്രവർത്തിക്കുന്ന മേഖലയിൽ ഇവിടെ ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ ആണോ കാര്യങ്ങൾ നടക്കുന്നത്? അങ്ങേക്ക് തന്നെ നേരിട്ട് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. VS പറയുകയുണ്ടായി, അവിടെ ഈ ബ്രേക്ക് വാട്ടർ അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാറക്കല്ലുകളാണ് ഉപയോഗിക്കേണ്ടത് ഈ പുലിമുട്ട് നിർമ്മാണത്തിൽ. പക്ഷെ അവിടെ കോൺക്രീറ്റ് കട്ടകൾ കൊണ്ടുവന്ന് ഇടുന്നു. അപ്പോൾ കരാർ വ്യവസ്ഥ അദാനി ലംഘിച്ചിരിക്കുകയാണ്, നാം നടപടികളിലേക്ക് പോകണം. ഇങ്ങനെ ഓരോ സ്ഥലത്ത് പിടിക്കാൻ പറ്റും. സർക്കാരിനൊന്നും ഒളിക്കാനില്ല, അദാനിക്ക് ഒരുപാട് ഒളിക്കാനുണ്ട്. പിടിക്കാൻ തുടങ്ങിയാൽ അദാനിയുടെ പിടിയാണ് വിടുക. അവിടെ പിടിമുറുക്കാത്ത എന്തുകൊണ്ടാണ്? അല്ല, അവിടെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സർക്കാർ. എവിടെ? LDF സർക്കാർ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞോട്ടെ, കരാർ ഒപ്പിട്ട്, അതായത് ചിങ്ങം 1-ന് കരാർ ഒപ്പിട്ടതിന് ശേഷം 3 മാസത്തിനുള്ളിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് എഞ്ചിനീയറെ വെക്കണമായിരുന്നു. അത് അന്നത്തെ സർക്കാരിന് കഴിഞ്ഞില്ല. അത് LDF സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ ഇൻഡിപെൻഡൻറ്റ് കൺസൾട്ടൻറ്റിനെ എഞ്ചിനീയറെ വെച്ചു. ആ എഞ്ചിനീയറുടെ പരിശോധന നടക്കുകയാണ്. ഈ കണ്ടുപിടിക്കുന്ന ഓരോ കാര്യങ്ങളും വരുന്ന മുറയ്ക്ക് നമുക്ക് അദാനിയെ തളയ്ക്കാൻ കഴിയും. അതിനുള്ള ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റാണ് ഇപ്പൊ ഭരിക്കുന്നത്. അവര് ഭരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഈ സർക്കാർ ശ്രീ ജമീല പ്രകാശം പ്രകടിപ്പിച്ച ഇച്ഛാശക്തി എവിടെയെങ്കിലും പ്രകടിപ്പിച്ചതായി കണ്ടിട്ടുണ്ടല്ലോ? ഇപ്പൊ LDFന് നേതൃത്വം കൊടുക്കുന്ന പ്രധാന പാർട്ടിയുടെ സെക്രട്ടറി പറഞ്ഞത് പുനഃപരിശോധിക്കണമെന്നാ പറഞ്ഞത്. പക്ഷേ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? അങ്ങനെ പുനഃപരിശോധിക്കാൻ പറ്റില്ല. ഇതിപ്പോ നേരത്തെ CP പറഞ്ഞതുപോലെ നമ്മുടെ ഇതൊരു കേരളത്തിന്റെ പദ്ധതിയാണ്. നമ്മൾ അതിന്റെ ഈ കെട്ടുകെട്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല, പോസിറ്റീവായിട്ട് കേരളത്തിന് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനം. പിന്നെ എല്ലാ മുതലാളിമാരും വരുന്നത് രാജ്യസ്നേഹം വെച്ചിട്ട് ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അവർക്ക് ഒരു പ്രോഫിറ്റ് മോട്ടീവ് തന്നെ ഉണ്ടാവും. പിന്നെ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് മാത്രമായിട്ട് ഇവിടെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇവിടെ ഏത് IT മേഖല എടുത്ത് പരിശോധിച്ചു, സ്മാർട്ട് സിറ്റി കോടിക്കണക്കിന് വിലയുള്ള ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുകയല്ലേ ഇപ്പോൾ. ഇവിടെ നമ്മുടെ സിറ്റി ഉണ്ട്, ടെക്നോ സിറ്റി. എത്ര ആളുകളെ ഒഴിപ്പിച്ചതിന് ശേഷം എടുത്തിട്ട് കമ്പനികൾ കൊടുക്കുന്നത്. ടെക്നോ പാർക്ക് തുച്ഛമായ പൈസ വാങ്ങിയിട്ട് വലിയ കമ്പനി ഇത് നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങളെ എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിൽ പ്രധാനപ്പെട്ട പരിശോധിക്കാനുള്ള കാര്യം, ഇനി അടുത്തൊരു 10 വർഷം കഴിയുമ്പോഴത്തേക്ക് 18 വയസ്സിനും 35 വയസ്സിനും ഇടയ്ക്കുള്ള ആളുകളുടെ എണ്ണം ഏകദേശം നമ്മുടെ ടോട്ടൽ ജനസംഖ്യയുടെ പകുതി കൂടുതലായിരുന്നു. അപ്പൊ അവർക്ക് ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തേ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, താങ്കൾ നേരത്തെ ചോദിച്ച് ഞാൻ പറഞ്ഞതിൻ്റെ ബാക്കി ഞാൻ പറയാണ്. ശരിക്കും പക്വമതികളായിട്ടുള്ള ആളുകൾ കാര്യം ഇത്രയും കൊണ്ടുവച്ചു, കോൺട്രാക്റ്റ് കൊടുത്തു കഴിഞ്ഞു, നിയമക്കുരുക്ക്, ഒരുപാട് കാലതാമസം വരും. ഇതൊക്കെ വരുമ്പോൾ പക്വമതിയായിട്ടുള്ളൊരു ഗവൺമെൻറ് പ്രാക്ടിക്കലായിട്ട് പ്രാഗ്മാറ്റിക് അപ്രോച്ച് എടുക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അടിച്ച വഴിയെ പോയില്ലെങ്കിൽ അവൻ പോണ വഴിയെ അടിക്കും.
അതിന്റെ ആദ്യത്തെ ഒരു എടുത്തു വെച്ചതാണ് ഇൻഡിപെൻഡന്റ് എഞ്ചിനീയറിംഗ്. ഇനി ഇതുപോലെ ഓരോന്ന് വരും. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഇവരാരും പറയാത്തത്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് സുപ്രീം ഓഡിറ്റ് അസോസിയേഷൻസ് ഉണ്ട്, ഇൻഡോസായി. ആ കരാർ അനുസരിച്ച് പ്രവർത്തിക്കുന്ന 200ഓളം രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് ഇന്ത്യ. ഇവർ പറഞ്ഞിരിക്കുന്ന ഓഡിറ്റ് ഗൈഡൻസിലുള്ള ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു PPP പ്രോജക്റ്റ് നടപ്പിലാക്കുന്നതിന് മുമ്പ് അതിൻ്റെ കംപ്ലീറ്റ് ഡ്രാഫ്റ്റ്, എസ്റ്റിമേറ്റും പ്ലാനും എഗ്രിമെൻറ്റിലെ കണ്ടീഷനും കൺസെഷൻസും എല്ലാം അതാത് രാജ്യങ്ങളുടെ CAG വെറ്റ് ചെയ്യണം. ഒരു പ്രീ ഓഡിറ്റ് നടത്തണം, CAGയുടെ കൂലങ്കഷമായിട്ടുള്ള പരിശോധന നടത്തണം. അതിവിടെ നടന്നില്ല. അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇൻഡോസായിയുടെ ആ ഏറ്റവും പ്രധാനപ്പെട്ട ഓഡിറ്റ് നിർദ്ദേശം. എന്തിനെന്നറിയോ, ഇതൊക്കെ കംപ്ലൈ ചെയ്ത് കാണിക്കുമ്പോൾ ഇന്റർനാഷണൽ രംഗത്ത് നമ്മുടെ രാജ്യത്തിന്റെ സുതാര്യതയും ക്രെഡിബിലിറ്റിയും കൂടുന്നു. നമ്മുടെ രാജ്യത്തിന് ഒരുപാട് ക്രെഡിബിലിറ്റി. നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം പുലിമുട്ട് നിർമ്മാണത്തിൽ വ്യവസ്ഥകൾ ലംഘിച്ചിരിക്കുന്നതാണ്. നമുക്ക് അവിടെ നിന്ന് പിടിച്ചു തുടങ്ങിക്കൂടെ? അല്ല, അങ്ങനെ ഒരു വ്യവസ്ഥാ ലംഘനം ഉണ്ടെങ്കിൽ VS-നെ പോലും ഉത്തരവാദിത്തപ്പെട്ട ആൾ സബ്മിഷനായി ഇന്നലെ നിയമസഭയിൽ വേണു, വ്യവസ്ഥാ ലംഘനങ്ങൾ അവർ പറഞ്ഞ കാര്യങ്ങൾ കംപ്ലൈ ചെയ്യാതിരിക്കും. നമ്മളൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം, അത് ചെയ്യുകയും വേണം. ഇത് നമ്മുടെ ഡിസ്കഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മളോ അതിപ്പോൾ നിങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ ജോലിയാണ്, അല്ലെങ്കിൽ അതാത് ഗവൺമെൻറ്റിൻ്റെ പണികളാണ്. ഒരു PPP ഒരു കോൺട്രാക്റ്റ് കൊടുത്ത്, റോഡ് കോൺട്രാക്റ്റ് വെറും സാധാരണ ടാറിടാനുള്ള കോൺട്രാക്റ്റ് കൊടുത്താൽ അത് വൃത്തിയായിട്ടാണോ ചെയ്യേണ്ടത് നോക്കേണ്ടത് അവിടുത്തെ എഞ്ചിനീയേഴ്സാണ്, ജനറലി ഗവൺമെൻറ്റാണ് പറയുക. അപ്പോൾ അതൊക്കെ ചെയ്യണം. നമുക്ക് പിടിക്കാമെന്നാണ് ഒരു സാധ്യത. VS-ന് എപ്പോഴും ആളെ ഓടിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് ഇവരെ താങ്കൾ എങ്ങനെ അതിൽ ചെന്ന് പെട്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് നിങ്ങളും പറയുന്നത് ഇവരെ ഓടിച്ചു എന്ന കാര്യം. നമുക്ക് ഇവരെ ഓടിക്കാൻ ഒരു പ്രയാസമില്ല. ഇവരെ കൊണ്ട് ഒരു കാര്യം ചെയ്യിക്കാനേ പ്രയാസമുള്ളൂ. അതുകൊണ്ട് ഇവരെ നമുക്ക് ഏറ്റവും വേഗം കേരളത്തിൽ നിന്ന് ഓടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള പണികൾ വളരെ പെട്ടെന്ന് ചെയ്യാം. മാഡം വളരെ നല്ല രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ വേണുവിന്റെ കാര്യം ഇന്നത്തെ കാര്യത്തിലുള്ള ഒരു വലിയ പ്രശ്നം. വേണു പറഞ്ഞു കൊക്കോളയെ ഓടിച്ചു, അതുകൊണ്ട് വിഴിഞ്ഞത്തുനിന്ന് വരെ ഓടിക്കണം. അത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണുവിനെ പോലെ അതുകൊണ്ട് അദാനി ഈ വിഴിഞ്ഞം തുറമുഖ നടപടിയിൽ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കാത്തതുണ്ടെങ്കിൽ അവരെ പിടിക്കണം. ശരി, ഇതാണ് ശ്രീ ഏലിയാസ് ജോൺ ഇവരുടെ നിലപാടാണ്. ഇപ്പൊ ഉമ്മൻചാണ്ടി പറയുകയാണ്, പ്രശ്നങ്ങളുണ്ടോ എനിക്കെതിരെ അന്വേഷണമായിക്കോളൂ, അദാനി എന്തെങ്കിലും ലംഘിക്കുന്നുണ്ടോ അദാനിക്കെതിരെ അന്വേഷണമായിക്കോളൂ. ഇപ്പോൾ ഇവിടെ വേറൊരു കാര്യം, 1500 കോടി മുടക്കി സർക്കാർ തന്നെയാണ് അവിടെ ഈ മത്സ്യബന്ധന തൊഴിലാളികൾക്കുള്ള പോർട്ട് ഉണ്ടാക്കുന്നത്, അല്ലേ? പക്ഷേ അവിടെ യൂസേഴ്സ് ഫീ പിരിക്കാൻ ഇവർ തുടങ്ങിയിരിക്കുന്നു അദാനി. അപ്പോൾ ഇതൊക്കെ നഗ്നമായ ഈ പറയുന്ന വ്യവസ്ഥകൾ ലംഘനമാണെന്ന് മാത്രമല്ല, അദാനിയാണോ കേരളത്തെക്കാൾ വലിയ സർക്കാരെ പ്രവർത്തിക്കുന്നത് എന്നിട്ട് നമ്മുടെ ആളുകളെ തന്നെ പിഴിയുന്നു. ഒരു ഇൻഫർമേഷൻ ചോദിക്കുക, സബ്ജക്ട് ടു കറക്ഷൻ. 1500 കോടിയുടെ സമാന്തര പ്രോജക്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ ശ്രീ ഏലിയാസ് ജോൺ? അല്ല, അത് ഉദ്ദേശിച്ചത് EPC ടെൻഡറാണ്. എന്താ ആരും വരാത്തതെന്ന് ഒരാൾ മാത്രം വന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ, അന്ന് ഈ 1450 കോടി രൂപയുടെ ഈ ഒരു കരാർ അദ്ദേഹത്തിന് കൊടുക്കുന്ന യാതൊരു ഉറപ്പില്ല. ഇതാണ് രഹസ്യമായി ഡൽഹിയിൽ നടന്ന യോഗത്തിൽ KV തോമസിന്റെ വീട്ടിൽ വെച്ച് ട്രാൻസ്ക്രൈബ് ചെയ്തത്. അതായത് വന്നോളൂ, ഞങ്ങൾ തരാം, ഒരു ടെൻഡറിന് ഞങ്ങൾ പോവില്ല, നിങ്ങൾക്ക് തന്നെ ഇതും കൂടെ തരാം. ഈ വിവരം ലോകത്തോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഒറ്റ ടെൻഡറായി പോയത്. ഞാൻ പറയുന്നത് ഇനിയിപ്പോ നമ്മൾ ഏതാ ഈ ടെൻഡറിന് ശേഷമാണോ മുമ്പാണോ ഈ പറയുന്ന KV തോമസിന്റെ വീട്ടിൽ കണ്ടത്? സിമ്പിൾ ക്വസ്റ്റ്യൻ. ടെൻഡറിന്റെ സമയത്ത് EPC കോൺട്രാക്ട്, ടെൻഡറിന് ശേഷമാണ്, അത് കഴിഞ്ഞിട്ടാണ് ധാരണയായത്. ഇത് അവാർഡ് ചെയ്യുമ്പോഴും പറയാണ്, ഇത് അവാർഡ് ചെയ്യുമ്പോഴും ഈ 1500 കോടിയുടെ EPC കോൺട്രാക്ട് ആണ്. ഓപ്പൺ ടെൻഡറിൽ പോകേണ്ട സാധനമാണ്, പോയിട്ടില്ല. അല്ലാതെ അതാണ് നിങ്ങൾ ഇനി അത് പരിശോധിക്കണം. ഇനിയെങ്കിലും മത്സ്യബന്ധനം തുറമുഖത്തിന്റെ കോൺട്രാക്ട് എന്ന് പറയുന്നത് 147.12 കോടി രൂപയാണ്. പിന്നെ അതിനോടനുബന്ധിച്ച് യൂസേഴ്സ് ഫീ പിരിക്കാൻ ഇപ്പം തുറമുഖം തീർന്നിട്ടില്ല. തുറമുഖം തീർന്നു വരുമ്പോൾ യൂസേഴ്സ് ഫീ പിരിക്കും. അതൊരു വലിയ കഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ് മത്സ്യത്തൊഴിലാളിക്ക്. അവൻ്റേതായിരുന്ന ഒരു തുറമുഖത്തിൽ ഇനി അവന് വള്ളം അടുപ്പിക്കണമെങ്കിൽ അദാനിക്ക് ഫീസ് കൊടുക്കണം.
ശരി ശരി ഇതിന്റെ കംപ്ലീറ്റ് കാശ് കൊടുത്ത സർക്കാരുമാണ്. അദാനി വെറും ഒരു കോൺട്രാക്ട്. ശരിയാണ്. പിന്നെ ഈ അദാനിക്ക് കൊടുക്കണമെന്നില്ല. ടെൻഡർ വിളിച്ച് ആർക്ക് വേണമെങ്കിലും. ശരി, ഞാൻ ഒരു ഇടവേളയ്ക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം.